നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൌജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൌകര്യം ഉണ്ടാവുക. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടിയും വകയിരുത്തി. കേരളിന് പകരമായി RRTS അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തി. MC റോഡ് വികസനത്തിന് 5217 കോടി കിഫ്ബിയിൽ നിന്ന് വകയിരുത്തി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. പദ്ധതി മരവിപ്പിച്ച് 2019 പുറപ്പെടുവിച്ച ഉത്തരവ് റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. ഉത്തരവിന്റെ പകർപ്പ് അദ്ദേഹം തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് നിവേദനങ്ങൾ ലഭിച്ചിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഈ തീരുമാനമുണ്ടായത് പദ്ധതിക്ക് വലിയ ഊർജ്ജമാകും. പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇതുവരെ വെളിച്ചം കണ്ടിരുന്നില്ല. മുൻ ബജറ്റുകളിൽ പാതയ്ക്കായി 45 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും 2019 മരവിപ്പിക്കൽ ഉത്തരവ് നിലനിന്നിരുന്നതിനാൽ 1 രൂപ പോലും ചെലവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തരവ് റദ്ദാക്കിയതോടെ ഈ തുക ഇനി നിർമ്മാണത്തിനായി ഉപയോഗിക്കാം. ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് പദ്ധതിക്കായി കണക്കാക്കിയിരുന്നത്. പുതിയ സർവേ പ്രകാരം ഇതിൽ മാറ്റങ്ങളുണ്ടായേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മന്ദതയും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് 2019 റെയിൽവേ പദ്ധതി നിർത്തിവച്ചത്. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ യാത്രകളിൽ വലിയ മാറ്റമുണ്ടാകും. കൊച്ചി ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ഷൊർണൂർ പോകാതെ തന്നെ നേരിട്ട് മലബാർ മേഖലയിലേക്ക് പ്രവേശിക്കാനും ദൂരം കുറയ്ക്കാനും ഇത് സഹായിക്കും. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന വി. ബൽറാമിന്റെ പേരിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള സ്മൃതി പുരസ്കാരത്തിന് മാത്യു കുഴൽനാടൻ MLAയെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തിപത്രവും ബലകവും അടങ്ങിയതാണ് പുരസ്കാരം. ശനിയാഴ്ച രാവിലെ 10 ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന വി. ബൽറാം അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. നേതാക്കളായ ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, PV ബദ്രുദ്ദീൻ, ശിവൻ പാലിയത്ത്, VK ജയരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ C. ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനം CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. C. ഉണ്ണിരാജയുടെ ജന്മഗൃഹമായ ചുറ്റന്നൂർ കോവിലകം അങ്കണത്തിലാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നത്. മാർക്സിയൻ ആശയപ്രചാരണ രംഗത്തും മാധ്യമപ്രവർത്തന രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നൽകിവരുന്ന മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇത്തവണത്തെ C. ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം ജനയുഗം എഡിറ്ററും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസിനെ സമ്മാനിച്ചു. മുതിർന്ന CPI നേതാവും മുൻ MPയുമായ CN ജയദേവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രശസ്തി പത്രവും ഫലകവും 10,001 രൂപയുമാണ് അവാർഡ്. ചടങ്ങിൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ M. ഗോകുലിനെ C. ഉണ്ണിരാജയുടെ പേരിലുള്ള ക്യാഷ് അവാർഡ് നൽകി. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവനന്ദൻ ഉദ്ഘാടനം ചെയ്തു. KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത്, K. രഞ്ജൻ മാത്യു, ഷീന പറയങ്ങാട്ടി, KP സന്ദീപ്, CV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അന്നൂർ റോഡിൽ CPI മണ്ഡലം കമ്മിറ്റി വാങ്ങിയ സ്ഥലത്ത് C. ഉണ്ണിരാജ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് CPI നേതൃത്വം അറിയിച്ചു. നമ്മുടെ രാജ്യത്തെ സാധാരണ പ്രവർത്തകർക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ച ഒരു സർക്കാർ. ഒരു സ്ഥാനമാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടില്ല. പാർട്ടിയിലെ നാഷണൽ എക്സിക്യൂട്ടീവൊക്കെ ആയിട്ടുണ്ടാകാം. പക്ഷേ
മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെയോ മറ്റു ഭരണസമിതികളുടെയോ നിയമസഭാ അംഗമായോ പാർലമെൻറ്റ് അംഗമായോ ഒന്നും പ്രവർത്തിക്കാതെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആയി ജനങ്ങൾ അംഗീകരിച്ചയാളാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 3 നോമ്പാചരണം നടന്നു. ബുധനാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും സ്ലീബ വണക്കവും ആശീർവാദവും ഉണ്ടായി. തുടർന്ന് വിശ്വാസികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുടെ ആശീർവാദത്തിന് ശേഷം കറി നേർച്ചയും ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ 3 നോമ്പാചരണത്തിന് സമാപനമായി. പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പുതുച്ചേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാളാണ് വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. കൊടിയേറ്റ് മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് തിരുനാൾ ഒരുക്കി ദിവ്യബലി അർപ്പണമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30 വികാരി ഫാദർ ആൻഡ്രോ ഉല്ലൂക്കാരൻ കാർമ്മികരായി ലതീന നൊവേന ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും കുടുംബക്കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവെഞ്ചിരിപ്പും നടക്കും. തിരുനാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ 6:30 ഇടവകാംഗം ഫാദർ ജിജോ കുറ്റിക്കാട്ട് കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ബംഗളൂരു വിദ്യാവനമാശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡ്രോ ഉല്ലൂക്കാരൻ, കൈക്കാരന്മാരായ EA തോമസ്, TJ സാബു, AA ബിജു, ജനറൽ കൺവീനർ ജിംപോൾ മാസ്റ്റർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായുള്ള പറയെടുപ്പ് സമാപിച്ചു. വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടന്നത്. നടക്കൽപ്പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കിഴക്കേക്കാവ് വേല കുട്ടിക്കയറും രാത്രിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ന് പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. രാവിലെ നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ാം തീയതി ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ശ്രീനിവാസ് അയ്യർ എന്നിവർ കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പോർക്കുളം യൂണിറ്റിന്റെ 34-ാം വാർഷിക സമ്മേളനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രിയ ഹരികുമാർ മുഖ്യാതിഥിയായി. ജോയിന്റ് സെക്രട്ടറി TK ബാലൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി K ചന്ദ്രമോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി സയ്യിദ് ഹാരി വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷാജി K ജോർജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംഘടനാ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് എന്നിവ യോഗം ചർച്ച ചെയ്തു. പ്രൊഫസർ ജയനാരായണൻ, സയ്യദ് നസീർ ഹുസൈൻ, CV ബെന്നി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മെജോ ബ്രൈറ്റ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ്, സെക്രട്ടറി PV ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായി. പുനേർകുളം GMLP സ്കൂളിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപ്പുങ്ങൽ പാടശേഖരത്തിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. ഞാറുനടിയിൽ നേരിൽ മനസ്സിലാക്കുന്നതിനും പരിശീലിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കർഷകൻ കബീർ വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ VA ഫസലുർ റഹ്മാൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ KG കോൺവെക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആനി വിനു അധ്യക്ഷത വഹിച്ചു. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, തൃത്താല BPC P ദേവരാജ്, PTA പ്രസിഡന്റ് VS ശിവാസ് എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് റാങ്ക് നേടിയവർ, മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കൾ, ക്ലാസ് ടോപ്പേഴ്സ്, ടാലന്റ് ടെസ്റ്റിൽ മികവ് തെളിയിച്ചവർ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. ചരമം
എരുമപ്പെട്ടി കുട്ടഞ്ചേരി മേലേപ്പുരയ്ക്കൽ സാവിത്രി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് പുണ്യതീരത്ത് നടത്തും. പരേതനായ ബാലചന്ദ്രൻ ഭർത്താവും ബിന്ദു, വിനോദ്, വിനീത് എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ തലക്കൂട്ടുകര വീട്ടിൽ പരേതനായ വറീദ് മകൻ രാജൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ജാൻസിയാണ് ഭാര്യ. കിഷോർ, ക്ലീറ്റസ്, ക്ലിന്നി എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.